അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് നോക്കുന്നത് 3-ാം ക്ലാസ്സിലെ താരീഖിലെ 1-ാം പാഠമായ ഹബീബി എന്ന പാഠമാണ്. ഞാൻ എടുക്കുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ഫലപ്രദമാകുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി പാഠഭാഗത്തിലേക്ക് കടക്കാം. ഹബീബി. നമുക്ക് ഒരു പാട്ട് പാടാം. ഹയ്യാ ഹയ്യാ യാ സുഹാബി അഹ്ലൻ أهلا يا أحبابي نرتع حول حياة الحب نسمع سيرته بالقلب عبد الله أبوه ثم آمنة هي كانت أمة ساد قريشيا من هاشم قاد البشر بخلق ناعم جاء بدين هو ينجينا في دنيانا وأخرانا وغدا هو يشفع عند الله صل عليه وسلم الله. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള മനോഹരമായ ഗാനം കേട്ടില്ലേ? ഗാനം ഇഷ്ടമായോ? നബി തങ്ങളെ കുറിച്ച് മുമ്പ് വേറെയും കഥകളും ഗാനങ്ങളും നിങ്ങൾ കേട്ടുകാണുമല്ലോ. എത്ര പറഞ്ഞാലും പാടിയാലും കേട്ടാലും പൂതി തീരാത്തത്രയും ഗംഭീരമാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് ഇനിയും അറിയണ്ടേ? നബി തങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്തോറും അവിടത്തോട് നമുക്ക് കൂടുതൽ ആദരവും ഇഷ്ടവും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ. നമുക്ക് പഠിക്കാം. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നാണ്. പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന ബീവി, ഗോത്രം ഖുറൈശ്, കുടുംബം ഹാഷിം. ഏറ്റവും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവ്വലോകത്തിനും അനുഗ്രഹമായി വന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് വേണ്ടി നാളെ മഹ്ശറിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് ശഫാഅത്ത് ചെയ്യും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി തദ്രീബാത്ത് നോക്കാം. 1. ചിത്രങ്ങളുടെ പേര് ചോദിച്ചറിഞ്ഞ് എഴുതാം. 1. ഇത് കഅബ ഷരീഫാണ്. രണ്ടാമത്തത് മസ്ജിദുൽ അഖ്സയാണ്. മൂന്നാമത്തത് മദീനത്തുൽ മുനവ്വറയാണ്. 2. യോജിച്ചതിനോട് ചേർക്കാം. ഗോത്രം ഖുറൈശ്, പിതാവ് അബ്ദുള്ള, കുടുംബം ഹാഷിം. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മാതാവ് ആമിന ബീവി. നമുക്ക് ഏവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.